അരവിന്ദേട്ടന്റെ മോഹങ്ങളും നടക്കില്ല, നമ്മുടെ പ്ലാനിങ് എല്ലാം പൊട്ടുകയും ചെയ്യും. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നു? ആദ്യമായിട്ട് കാണുന്ന പോലെ. അല്ല, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ നോക്കിയേ? അത് നിന്റെ ബുദ്ധിയെ കുറിച്ച് ആലോചിച്ച് നോക്കി നിന്ന് പോയതാ. അല്ല, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടാൻ സൗരഭ്യം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ എന്റെ കൂടെ നടന്ന് നീയും ബ്രില്യന്റ് ആയി. കളിയാക്കല്ലേ കുച്ചേട്ടാ? കളിയാക്കിയതല്ല. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നടത്തണ്ടേ? എന്താ സ്വപ്നം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികള് ഒരു 4-5 എണ്ണം. കുച്ചേട്ടാ കൊക്കുതി, കാക്കുതി നിക്ക്, കാക്കുതി നിക്കടി. ഞാൻ സംശയിച്ചത് ശരിയാ. വലിയൊരു പ്ലാനിങ്ങുമായിട്ടാ രണ്ടും കൂടെ വന്നിരിക്കുന്നത്. നീയൊക്കെ എന്റെ മുന്നിൽ വന്ന് പെട്ടത് നന്നായി. ഹലോ, അതെ, ഇതെന്താ റിസോർട്ടാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? എന്ത് പറ്റി സാർ? ഒരു പ്രീമിയം റിസോർട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സാർ, എനിക്ക് കംപ്ലൈന്റ്. ബുക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്താ ആർക്ക് വേണമെങ്കിലും റൂം കൊടുക്കുവോ? ആരാണ്, എന്താണ്, ഗസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും നോക്കാറില്ല. ഡീറ്റെയിൽസ് നോക്കി ജെന്യുവൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ റൂം അലോട്ട് ചെയ്യാറുള്ളൂ സാർ. എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? സാർ പ്ലീസ്, എന്താണെന്ന് പറഞ്ഞാൽ അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറയാം. ഏതൊരു കപ്പിൾസിന്റെ മുറിയിൽ ഒരു ലേഡി വന്ന് ഒളിഞ്ഞു നോക്കുന്നു. സാർ, ഇവിടെയുള്ള ഗസ്റ്റ് ആരും അങ്ങനെയൊന്നും ചെയ്യില്ല സാർ. ഞാൻ നേരി കണ്ടതല്ലേ. ഏത് റൂമാണെന്ന് പറയൂ സാർ. പറയുന്ന എന്തിനാ? നേരിട്ട് കാണിച്ചു തരാം, വാ. ദാ. ഹലോ മാഡം. എന്താ? അല്ല, എന്താ? മാഡം ചോദിക്കുന്ന കേട്ടില്ലേ? പറഞ്ഞു കൊടുക്ക് ഇവരുടെ ചീപ്പ് ബിഹേവിയറിനെ പറ്റി. ഹേ മിസ്റ്റർ, ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ. അതിന് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. മാഡം, മാഡം അവിടെ എന്ത് ചെയ്യായിരുന്നു? ഏതോ കപ്പിൾസിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഒളിഞ്ഞു നോക്കുന്നു. വേറെന്താ? എക്സ്ക്യൂസ് മീ മാനേജർ, ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല. ശരിയാ, ഒളിഞ്ഞു നോക്കിയതല്ല, എത്തി നോക്കിയതാ. മാഡം, ഇതൊരു ഹൈ റെപ്യൂട്ടഡ് ആയ പ്രീമിയം റിസോർട്ടാണ്. ഇവിടെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ശരിയല്ല. ഹലോ, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? അയ്യോ, പേടിപ്പിക്കില്ല മാഡം. ഗവൺമെന്റ് ഓഫീസറാന്ന് വിചാരിച്ച് ഭരിക്കാൻ വരരുത് മാഡം. മറ്റുള്ളവരുടെ പ്രൈവസി തലയിടുന്നതും ഒളിഞ്ഞു നോക്കുന്നതെല്ലാം റോങ് അല്ലേ? ഹൈ ഒഫീഷ്യലായ മാഡത്തിന് അതറിയില്ലേ? നമുക്ക് വേണമെങ്കിൽ ആ മുറിയിലുള്ളവരെ വിളിക്കാം. നിക്ക്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? മാഡം, ഇനി ഇതുപോലൊരു കംപ്ലൈന്റ് വന്നാ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് ഇവിടെ ഇറക്കി വിടേണ്ടി വരും. യെസ്, അതാണ് ഗുഡ്. മാഡം, വലിയ ചീഫ് എഞ്ചിനീയർ ആണെന്ന് വീമ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അടുത്ത മുറിയിലേക്ക് ഒളിഞ്ഞു നോട്ടമാണ് പണി. അഭിമാനം, നാണം, മാനം, അന്തസ്
ഇതുപോലുള്ള സാധനങ്ങളൊന്നും മാഡത്തിന് അറിയില്ലേ? താൻ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും?